രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം, രാധയുടെ പ്രണയം, രാധയുടെ പ്രണയം 103ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഒന്നേന്ന് കണ്ട്, ഞാനിപ്പോൾ പറയുന്ന 103 തൊട്ട് കണ്ടു തുടങ്ങുക. സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ എപ്പിസോഡും കൂടി നിങ്ങൾ എടുത്തു നോക്കുക. അപ്പോൾ രാധയുടെ പ്രണയം, അത് മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. എല്ലാ വ്യാഴാഴ്ചയും മഹത്തായ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, കേൾക്കണം. അഷ്ടപതിയുടെ ക്ലാസ് ഒരു കാരണവശാലും കേൾക്കാതിരിക്കരുത്. രാധയുടെ പ്രണയം കേൾക്കുന്നതിലൂടെ രാധാറാണിയിൽ ഒരു ഭക്തി ജനിക്കും. ആ ഭക്തിയെ പാരമ്യതയിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്, അതിൻ്റെ ഉദാത്ത ഭാവത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ആരാണെന്നറിയാമോ? അഷ്ടപതിയാണ്. അപ്പോൾ അഷ്ടപതിയും രാധയുടെ പ്രണയവും ഒരുപോലെ കേൾക്കുന്നവർക്ക് മാത്രമാണ് ആ പുണ്യത്തിൻ്റെ പാരമ്യതയിലെത്താൻ കഴിയുന്നത്. അഷ്ടപതി വീട്ടിൽ പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ അഷ്ടപതിയുടെ വീഡിയോസ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നാൽ മതി നിങ്ങൾക്ക്. അതാണ് മോക്ഷത്തിലേക്കുള്ളൊരു മാർഗമാണ് അഷ്ടപതിയും രാധയുടെ പ്രണയവും. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്ന സകലരും ധർമ്മപദം കേട്ടിരിക്കണം. ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്, അത് പിന്നെ 10-15 എപ്പിസോഡ് ഇതുവരെ ആയിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. ജ്യോതിഷമുണ്ട്,
ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ അറിയാമല്ലോ, 9645333999. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നിങ്ങളെല്ലാവരും കുടുംബമായി താമസിക്കുന്നവരും മക്കളെ സ്നേഹിക്കുന്നവരും അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്നവരും നിശ്ചയമായും ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ 2 വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. രാധയുടെ പ്രണയം 103ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. രാധയുടെ പ്രണയം 100 എപ്പിസോഡുകൾ പിന്നിട്ടപ്പോൾ നിരവധി ആരാധകരാണ് രാധയുടെ പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത്. അത് ഞാൻ നാരായണീയത്തിലും എൻ്റെ വീഡിയോയിലും അഭിപ്രായം ഇടുന്നുണ്ട്, അഷ്ടപതിയുടെ വീഡിയോയിലും എൻ്റെ എല്ലാ വീഡിയോയിലും ചേർക്കുകയാണ്. കാരണം എന്നാൽ പോലും തീരത്തില്ല, അത്രയ്ക്കുണ്ട്. എന്തായാലും രാധാഭക്തര്, കഠിന രാധാഭക്തര്, രാധാറാണിക്ക് പ്രിയപ്പെട്ടവര്, രാധയുടെ പ്രണയം തുടക്കം മുതലോ അല്പം കഴിഞ്ഞോ കണ്ടു തുടങ്ങുന്നവര്, അവരുടെ അഭിപ്രായവും കൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ രാധാമ്മയിലേക്ക് തിരിച്ചു പോകാം. കേട്ടുകൊള്ളൂ. 100ാം എപ്പിസോഡിൻ്റെ നിറവിൽ നിൽക്കുന്ന രാധയുടെ പ്രണയത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. രാധേ രാധേ, എൻ്റെ പേര് ശ്രീകല. ദിലീപ് സാറിൻ്റെ രാധയുടെ പ്രണയം എപ്പിസോഡ് തുടക്കം മുതലേ കാണാറുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത പല കഥകളും ദിലീപ് സാറിൽ കൂടി അറിയാൻ സാധിച്ചു. ദിലീപ് സാറിനും രാധയുടെ പ്രണയത്തിനും ആശംസകൾ. രാധേ രാധേ സർ, ഞാൻ ആദ്യം മുതൽക്കേ കാണുന്നതാണ് രാധയുടെ പ്രണയം. സാറിൻ്റെ അവതരണം കൊണ്ട് തന്നെ കൺമുന്നിൽ രാധാകൃഷ്ണന്മാർ ഉള്ളതുപോലെ തോന്നാറുണ്ട്. ഈ സാർ ഇനിയും 100ഉം കടന്ന് ഇനിയും മേലോട്ട് പോകണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ചാനൽ കൂടുതൽ വിജയിക്കട്ടെ സാർ. നമസ്കാരം. സത്യം പറഞ്ഞാൽ രാധാറാണി ഓരോന്ന് കണ്ണനെ ഓർത്ത് വിഷമിക്കുമ്പോഴൊക്കെ എനിക്ക് ഭഗവാനോട് പലപ്പോഴും എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്താ കണ്ണ രാധാറാണിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? രാധാറാണി അത്ര സ്നേഹിച്ചതല്ലേ, എന്നിട്ട് എന്തിനാ കണ്ണ ഇങ്ങനെയൊക്കെ ചെയ്തത്? അങ്ങനെ ഒരു ദേഷ്യം പോലും എനിക്ക് ഭഗവാനോട് പല സമയങ്ങളിലും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും രാധാറാണി വൃന്ദാവനത്തിൽ തനിച്ചായി പോയി എന്ന് പറയുന്ന ആ ഒരു കഥകളിലൂടെയൊക്കെ പോകുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, രാധാറാണി തനിച്ചായി പോയല്ലോ എന്നോർത്തിട്ട്. നമസ്തേ സാർ, എൻ്റെ പേര് ലത. ഞാൻ രാധേ രാധേ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. രാധയുടെ പ്രണയം എല്ലാ എപ്പിസോഡും ആദ്യം തൊട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇപ്പോൾ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ എപ്പിസോഡുകളും വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ആദ്യം തൊട്ടുള്ള എപ്പിസോഡുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. സാറിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ഭയങ്കര സന്തോഷം. അതായത് രാധാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലീലകൾ, അവരുടെ ചെറുപ്പകാലം മുതലേ തൊട്ടുള്ള കഥകൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ സാറ് ഞങ്ങൾക്ക് പറഞ്ഞ് വിവരിച്ച് തരുന്നുണ്ട്. അത് സാർ എത്രയോ ബുക്കുകൾ റെഫർ ചെയ്തായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി സാർ ഇത്രയും ഇങ്ങനെ കഥകൾ പറഞ്ഞു തരുന്നത്. ഇത് എന്തോ മുൻജന്മ പുണ്യമായിട്ട് തന്നെ കരുതുന്നു സാർ. ഭയങ്കര സന്തോഷം. ഓരോ ദിവസവും ഓരോ ആഴ്ചയും രാധയുടെ പ്രണയം അതുപോലെ ഓരോ ചാനലുകളും കേൾക്കുവാനായിട്ട് കാതോർത്തിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഏകദേശം 1.5 മണിക്കൂറോളം ബസ്സിലിരിക്കേണ്ടി വരും. ഈ സമയത്തെല്ലാം രാധേ രാധേ ചാനലിൽ ഓരോ എപ്പിസോഡുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറിന് എങ്ങനെ നന്ദി പറയണം എന്നറിയത്തില്ല. ഒത്തിരി സന്തോഷം. സാറിന് രാധാദേവി ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീ രാധേ രാധേ. നമസ്തേ,
ഞാൻ സുജാത. ഈ ചാനൽ തുടങ്ങിയത് മുതൽ കാണുന്ന ഒരാളാണ്. ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കുകയാണ് രാധാറാണിയുടെ കഥ കേൾക്കാൻ. രാധേ രാധേ ചാനലിൽ കൂടി രാധാറാണിയെ കൂടുതൽ അറിയാൻ സാധിച്ചു. ഇതുവരെ ആരും ഇത്ര വിശദമായി രാധാജിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല, അറിയുകയുമില്ല. രാധാറാണിയെ കൂടുതൽ അറിയാനും രാധാറാണിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും സാധിച്ചു. രാധയെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഭാഗവതത്തിലെ ശുഗമുനി ഒരു ഗോപികയെ പറ്റി പറയുന്നുണ്ട്. ആ ഗോപികയുടെ പേര് പറഞ്ഞിട്ടില്ല. ആ ഗോപികയുടെ പേര് കേട്ടാൽ തന്നെ ശുഗമുനി ആനന്ദ നിർവൃതിയിലാടും. കുറച്ച് മൗനമായിട്ടിരിക്കും. പക്ഷേ ആ ഗോപിക രാധയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. രാധേ രാധേ. നമസ്കാരം സാറേ. ഞാൻ രാധാദേവിയുടെ എപ്പിസോഡ് 15-16 എപ്പിസോഡ് തൊട്ടാണ് കാണാൻ തുടങ്ങിയത്. മിക്കവാറും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ചൊവ്വാഴ്ചകളിൽ ഹെഡ്ഫോൺ വെച്ച് കേട്ടിട്ടുകൊണ്ടാണ് വീട്ടിലോട്ടൊക്കെ വരാറ്. അല്ലാത്ത സമയത്തുകളിൽ രാത്രി കിടക്കുന്ന നേരത്ത് ഫാമിലിയോടൊത്ത് കേട്ടുകൊണ്ട് കിടന്നുറങ്ങാറും. എല്ലാ ചൊവ്വാഴ്ചയും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും സർവ്വമംഗളങ്ങളും സർവൈശ്വര്യങ്ങളും ദേവിയുടെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. രാധേ രാധേ. രാധയുടെ പ്രണയം ഏത് എപ്പിസോഡ് തൊട്ടാണ് കാണാൻ തുടങ്ങിയത് എന്ന് ഓർമ്മയില്ല. എന്നും ചിന്തിക്കാറുണ്ടായിരുന്നു കൃഷ്ണൻ എന്തിനാണ് രാധയെ ഉപേക്ഷിച്ചത് എന്ന്. രാധാദേവിയുടെ മഹാത്മ്യം അറിയില്ലായിരുന്നു. എല്ലാ സംശയങ്ങൾക്കും ഉത്തരമായി സാർ എത്തിയത് അനുഗ്രഹമായി. ഇന്ന് രാധയും കൃഷ്ണനും എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. വളരെ നന്ദി സാർ. സാറേ, ഞാൻ രാധയുടെ പ്രണയം ആദ്യം മുതലേ തൊട്ട് കാണുന്നുണ്ട്. എനിക്ക് ഒരു എപ്പിസോഡ് പോലും മുടക്കാതെ എനിക്ക് കാണാൻ പറ്റിയതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഞാൻ രാധാറാണിയോട് നന്ദി പറയുകയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിനോട് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാറ് പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഭാഗവും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പോലെയുള്ള ഫീലിങ്ങാണ്. അത് സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നത്, സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ അത് വരുമ്പോഴത്തേക്കും നമ്മൾ കരഞ്ഞു പോകും. അത്ര ഒരു ഫീലിങ്ങാണ്. സന്തോഷത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെ ആ ഒരു അതെനിക്ക് പറയാനായിട്ട് പറ്റുന്നതേ ഇല്ല. അത്ര നല്ല ഫീലിങ്ങാണ്. എന്തായാലും 100 എപ്പിസോഡ് വരെയായി. ഇനിയും മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ. ഇത്രയും എപ്പിസോഡ് വരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയതിന് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. രാധയുടെ പ്രണയം എന്ന എപ്പിസോഡ് ഞാൻ പകുതി മുതലങ്ങാണ്ട് കാണാൻ തുടങ്ങിയത്. ഇതുപോലെ രാധയെ പറ്റിയുള്ള കഥകൾ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു രാധാഭക്തയാകാനും സാധിച്ചത് ദിലീപ് സാറിനോടും ഈ പ്രപഞ്ചശക്തികളോടും ഞാൻ നന്ദി പറയുന്നു. രാധയുടെ പ്രണയം 103-ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അല്ലേ, സങ്കടം സഹിക്കാൻ വയ്യാതെ, കൃഷ്ണന്റെ വേർപാട് സഹിക്കാൻ വയ്യാതെ രാധാറാണി യമുനയിലേക്ക് എടുത്തു ചാടി ജീവിതം അവസാനിപ്പിക്കാൻ. പക്ഷേ യമുന റാണി തൻ്റെ കൈകൾ കൊണ്ട് രാധാറാണിയെ കൂരിയെടുത്ത് കരയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, എന്തിനാണ് എന്നെ രക്ഷിച്ചത്? കൃഷ്ണനില്ലാത്ത ഈ ലോകത്ത് എന്നെ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? അപ്പൊ രാധാറാണിയോട് യമുനാദേവി പറഞ്ഞു, രാധയെ, നീ നിന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ ആ നിമിഷം കൃഷ്ണനും അവൻ്റെ ജീവിതം അവസാനിപ്പിക്കും. പിന്നെ ഈ ഭൂമിയിൽ ആരാണ് രാധയെ ധർമ്മം സ്ഥാപിക്കുന്നത്? അതുകൊണ്ട് നീ ജീവിക്കണം, കൃഷ്ണന് വേണ്ടി ജീവിക്കണം. രാധാറാണി കടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജീവിക്കും, അവന് വേണ്ടി ഞാൻ ജീവിക്കും, അവന് വേണ്ടി ഞാൻ ജീവിക്കും. ഇത്രയുമായപ്പോൾ ഏകാനാംശയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഏകാനാംശ പറഞ്ഞു, എനിക്ക് രാധയെ കാണണം, എനിക്ക് രാധയെ കാണണം. ഏകാനാംശ വിശാഖയുടെ കൈയും പിടിച്ചുകൊണ്ട് പായുകയായിരുന്നു. രാധയുടെ വീട്ടിൽ ചെന്നപ്പോൾ, രാധാജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ രാധാറാണി കിടക്കുകയാണ്. ഏകാനാംശ ഓടി വന്നു, രാധാറാണിയുടെ പാദങ്ങളെ കെട്ടിപ്പിടിച്ചു. ഏകാനാംശയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ടൊഴുകി. ആ പാദം നനഞ്ഞു. രാധാറാണി കണ്ണു തുറന്നു. രാധാറാണി ചോദിച്ചു, എന്താണ് ഏകാനാംശേ, എന്താണ് ഏകാനാംശേ? ഏകാനാംശ പറഞ്ഞു, രാധേ,
നീ പ്രണയത്തിൻ്റെ ദേവതയാണ്, നീ പ്രണയത്തിൻ്റെ ദേവതയാണ്, നിനക്കപ്പുറം ആരുമില്ല രാധേ. കൃഷ്ണൻ വൃന്ദാവനം വിട്ട നിമിഷം നിനക്കെന്ത് സംഭവിച്ചു? അത് വിശാഖ എന്നോട് പറഞ്ഞു തരികയായിരുന്നു. അത്രയും പറഞ്ഞിട്ട് ഏകാനാംശ പൊട്ടിക്കരഞ്ഞു. വിശാഖയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. വിശാഖയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. വിശാഖയും ഏകാനാംശയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടെന്തിനെന്നറിയാതെ രാധാജിയും അവരെ കെട്ടിപ്പിടിച്ചു. മൂന്ന് സ്ത്രീകള് പരസ്പരം വാരിപ്പുണർന്ന് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് അവരുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റാത്തവണ്ണം മേഘങ്ങൾ ഗർജിച്ചു, ഇടിമിന്നലുകൾ ഉണ്ടായി, ഘോരമായ മഴ പെയ്യാൻ തുടങ്ങി. അതേ, രാധാറാണിയുടെ കണ്ണുനീർ കണ്ട് സഹിക്കാൻ കഴിയാതെ മേഘങ്ങൾ കരയുകയാണ്. ആ സമയത്ത് ഈ കരച്ചിൽ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അതേ ശാന്തമായ ഒരു കുളം, അതിൻ്റെ താഴത്തെ കൽപ്പടവിൽ വെള്ളത്തിലേക്ക് കാലുകളിട്ടിരിക്കുകയായിരുന്നു കൃഷ്ണൻ കാണുകയായിരുന്നു. ആ നിലവിളി തൻ്റെ മനക്കണ്ണിൽ കാണുകയായിരുന്നു. 3 പെണ്ണുങ്ങൾ കെട്ടിപ്പിടിച്ചു കരയുന്നു. കൃഷ്ണന് മനസ്സിലായി വൃന്ദാവനം വിട്ട രാധയുടെ അവസ്ഥ. ആ അവസ്ഥയിലാണ് ഈ 3 സ്ത്രീകൾ കരയുന്നത്. ഞാനല്ലേ അതിന് കാരണക്കാരൻ. കൃഷ്ണൻ ആലോചിക്കുകയാണ്, ഞാൻ അവളെ ഉപേക്ഷിച്ചത് ശരിയാണോ? ഞാൻ അവളെ ഉപേക്ഷിച്ചത് ധർമ്മമാണോ? കൃഷ്ണന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയായിരുന്നു രാധയെ ആദ്യമായി കണ്ടത്. അതേ, കൃഷ്ണൻ ഓർക്കുകയായിരുന്നു. അതേ, കൃഷ്ണന്റെ ഓർമ്മകൾ പിന്നിലേക്ക് പായുകയാണ്. കൃഷ്ണൻ ആ കൊച്ചുകുട്ടിയായി മാറുകയാണ്. ഒരലും വലിച്ചു കൊണ്ടുപോകുന്ന കുട്ടി. 2 മരങ്ങൾക്കിടയിൽ ഒരലുകൾ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നത്, ഒടുവിലാ വൃക്ഷങ്ങൾ മറിഞ്ഞു വീഴുന്നത്. ദാഹിച്ച് സഹിക്കാൻ വയ്യ. അപ്പോൾ വരുന്നു 2 സുന്ദരിമണികൾ ചിരിച്ചുകൊണ്ട്. അവരടുത്തേക്ക് വന്നു. ഒരു പെണ്ണിനെ കാണാൻ എന്ത് രസമായിരുന്നു. അപ്പോൾ മറ്റേ പെണ്ണ് ലളിത ആ പെണ്ണിനോട് പറഞ്ഞു, രാധേ, ദാ ഈ കിടക്കുന്നത് കണ്ടോ, ഇതാണ് ആ വികൃതിക്കുട്ടൻ. അതാലോചിച്ചപ്പോൾ കൃഷ്ണന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കൃഷ്ണന്റെ മുന്നിൽ താൻ ഒരലിൽ കിടക്കുന്ന കൃഷ്ണന്റെ രൂപം തെളിഞ്ഞു വന്നു. ആ സമയത്ത് സുന്ദരിയായ പെൺകുട്ടി രാധയെ ഓർമ്മ വന്നു. അപ്പോൾ രാധ പറഞ്ഞു, അല്ല, ഇത് മുഖം മുഴുവനും മണ്ണൊക്കെ പറ്റിയല്ലോ, എൻ്റെ കണ്ണനുണ്ണി, നിനക്കെന്തു പറ്റി? കൃഷ്ണനൊന്നു പിടഞ്ഞു. കൃഷ്ണന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. അതേ, കൃഷ്ണൻ ഈ കുളക്കടവിലിരുന്ന് ആലോചിക്കുകയാണ്, എന്നെ ആദ്യമായി കണ്ണനുണ്ണി എന്ന് വിളിച്ചത് അത് രാധയാണ്. അന്ന് ആ ഒരലിൻ്റെ അടുക്കൽ വെച്ചാണ് ആദ്യമായിട്ട് എന്നെ കണ്ണനുണ്ണി എന്ന് വിളിച്ചത്. ജീവിതത്തിൽ മറ്റാരും എന്നെ കണ്ണനുണ്ണി എന്ന് വിളിച്ചിട്ടില്ല. അതിനുശേഷമുള്ള കാര്യങ്ങൾ കൃഷ്ണൻ വീണ്ടും ഓർക്കുകയായിരുന്നു. ആ സുന്ദരി കുട്ടിയെ തനിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ലളിതേ, എനിക്ക് വെള്ളം വേണം. അപ്പൊ രാധ അടുത്തേക്ക് നീങ്ങി ഇരുന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, കള്ളക്കണ്ണ, ഞാൻ ഈ കെട്ടഴിക്കട്ടെ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, എൻ്റെ അമ്മ വന്ന് കെട്ടഴിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ, എൻ്റെ അമ്മയുടെ ദേഷ്യം തീരണം. അപ്പൊ രാധാറാണി പറഞ്ഞു, കള്ളക്കണ്ണ, നിന്റെ അമ്മ വന്നില്ലെങ്കിലോ? അപ്പോൾ പറഞ്ഞു, വരും, എന്നാൽ ഞാൻ നിന്റെ ദേഹത്തുള്ള പൊടികളൊക്കെ തുടച്ചു വരാം. കൃഷ്ണന്റെ ദേഹത്തുള്ള പൊടികളൊക്കെ തുടച്ചു കൊടുത്തു. ആ സമയത്ത് കൊളക്കടവിലിരിക്കുന്ന ആ മുതിർന്ന കൃഷ്ണൻ, ആ കൃഷ്ണന് തൻ്റെ കവിളിലൂടെ 2 കുഞ്ഞു വിരലുകൾ ഒഴുകി നടക്കുന്നത് പോലെ തോന്നി. ആ സ്പർശത്തിന്റെ മാസ്മരികതയിൽ കൃഷ്ണൻ ഇങ്ങനെ ഇരുന്നു. കൃഷ്ണന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു, രാധ
രാധ രാധ. കൃഷ്ണന്റെ ഓർമ്മകൾ വീണ്ടും പുറകിലേക്ക് പോയി. ആ പൊടികളെല്ലാം തുടച്ചു. തനിക്ക് എന്തോ ഒരു അവാജ്യമായ അനുഭൂതി. അപ്പോൾ അറിയാതെ അന്ന് ആ കുഞ്ഞിക്കണ്ണനായ ഞാൻ അവളുടെ കവിളുകൾ തലോടി. അവൾക്ക് കോരിത്തരിച്ചു പോയി. അന്നേരം അവള് ചുണ്ട് കോരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ വേണ്ട, നിനക്ക് നല്ല തല്ലു വാങ്ങിക്കും. ആ സമയത്താണ് എല്ലാവരും കൂടെ വന്നത്. അപ്പൊ എന്ത് ഉത്സാഹമായിരുന്നു രാധയ്ക്ക്. എത്ര പേരോടാണ് ഓടി നടന്ന് പറഞ്ഞത്, ഈ കണ്ണനുണ്ണിയെ, ഈ കണ്ണനുണ്ണിയെ. ആള് ചില്ലറക്കാരനല്ല, 2 മരങ്ങളാണ് അവൻ പിഴുതെടുത്തിട്ടിരിക്കുന്നത്. കൃഷ്ണന്റെ ഓർമ്മയിൽ അതിങ്ങനെ തെളിഞ്ഞു വരികയാണ്. അടുത്ത ദിവസം എന്താഗ്രഹമായിരുന്നു എനിക്ക് രാധയെ കാണാൻ. കൃഷ്ണൻ ഓർമ്മിക്കുകയാണ്. അതിരാവിലെ ഉറക്കമെഴുന്നേറ്റ് രാധയുടെ വീട്ടിലേക്ക് പോയത്. ആ രാധ പറഞ്ഞു, ഞാൻ ബർസാനയിലല്ലേ, ഞങ്ങളിനി വൃന്ദാവനത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ജ്യേഷ്ഠനുമുണ്ട്, ഇവിടെ ക്ഷേത്ര സന്ദർശനത്തിന് വന്നതാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ നീ കാളവണ്ടിയിൽ കയറി പോകാൻ പോവുകയല്ലേ, ഞാനും വരുന്നു. കൃഷ്ണനെയും പൊക്കിയെടുത്തിരുത്തി. അതിൻ്റെ അതിർത്തി വരെ ഞാൻ വരാം. കാളവണ്ടി കുലുങ്ങുമ്പോൾ അന്ന് താൻ മനഃപൂർവ്വം ആ കുലുങ്ങക്കത്തിൻ്റെ മട്ടിൽ രാധയുടെ ദേഹത്ത് ചെന്നിടിച്ചതും രാധ എൻ്റെ ദേഹത്ത് വന്നിടിച്ചതും ഒടുവിൽ രാധ എന്നെ കെട്ടിപ്പിടിച്ചതും ആ വണ്ടിയിൽ വെച്ച് കൃഷ്ണൻ ഓർക്കുന്നു. ഇപ്പോൾ ആ കുളത്തിൻ്റെ കടവിലിരിക്കുന്ന കൃഷ്ണന് തൻ്റെ മുന്നിലൂടെ ഒരു കാളവണ്ടി പായുന്നത് പോലെ പോവുകയാണ്. അതുപോലെ തോന്നുകയാണ്. ആ കാളവണ്ടിയിൽ 2 കുരുന്നുകൾ, അതിലെ ആൺകുരുന്ന് പെൺകുരുന്നിൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. ആ പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ച് ആൺകുരുന്നിൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. 2 പേരും മുട്ടിയിരുമുന്നു, 2 പേരും പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ പെൺകുരുന്ന് ഈ ആൺകുരുന്നിനെ ചേർത്ത് വയ്ക്കുന്നു. ഒടുവിൽ ഗ്രാമാതിർത്തിയിലെത്തുന്നു. കൃഷ്ണനെ താഴെ വെക്കുന്നു. അപ്പോൾ ആ പെൺകുരുന്നിനോട് കൃഷ്ണൻ ചോദിച്ചു, ആ പെൺകുരുന്ന് കൃഷ്ണനോട് ചോദിച്ചു, കണ്ണാ നിനക്ക് എത്ര വയസ്സാണ് കണ്ണാ? കണ്ണൻ പറഞ്ഞു, എനിക്ക് 7 വയസ്സ്. രാധേ നിനക്കെത്രയാണ്? രാധ പറഞ്ഞു, 12 വയസ്സ്. അതേ, 7 വയസ്സുള്ള ആ കൃഷ്ണൻ ഈ കൃഷ്ണന്റെ മുന്നിലേക്ക് ഓടി വന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ. അപ്പോൾ രാധ ചോദിച്ചു, എന്താ കണ്ണാ? രാധേ എനിക്ക് നിന്നെ പിരിയാൻ തോന്നുന്നില്ല. അപ്പൊ രാധ പറഞ്ഞു, നീ ഒരു കള്ളനാണല്ലോ, നീ എന്നെ കാണാൻ വൃന്ദാവനത്തിൽ വാ. അപ്പോൾ ഈ കുളക്കടവിലിരിക്കുന്ന കൃഷ്ണന്റെ മുന്നിൽ 7 വയസ്സുള്ള കൃഷ്ണൻ പറഞ്ഞ വാചകം മുഴങ്ങി, ഞാൻ വരും രാധേ, നിന്നെ കാണാൻ ഞാൻ വരും രാധേ. കൃഷ്ണന്റെ ഓരോ രോമങ്ങളും എഴുതുന്നു. അതേ, കൃഷ്ണന് തൻ്റെ മുന്നിൽ ഒരു കാളവണ്ടിയിൽ 12 വയസ്സുള്ള ഒരു കുരുന്ന് അകന്നു പോകുന്നത് പോലെ തോന്നി. കൃഷ്ണൻ ഒരു നിമിഷം വിചാരിക്കുകയാണ്, ആരാധയാണ് ഞാൻ ഉപേക്ഷിച്ചത്. ആരാധയാണിന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നത്, എൻ്റെ പേരിൽ കെട്ടിപ്പിടിച്ച് കരയുന്നത്. ഈ സമയത്ത് അതുവഴി ഒരു കൂറ്റൻ കാള പോകുന്നത് കൃഷ്ണൻ കണ്ടു. കൃഷ്ണന്റെ മനസ്സിലേക്ക് വീണ്ടും ഓടി വരികയാണ് ഹസ്തിൻ. ആർക്കും മരിക്കാൻ കഴിയാത്ത ഹസ്തിൻ എന്ന കാളക്കുറ്റൻ. അവന് 10-12 പേര് ചേർന്നാണ് നിയന്ത്രിക്കുന്നത്. അതേ, ഒരിക്കൽ ബലരാമൻ ജ്യേഷ്ഠൻ പന്തയം വെച്ചു, കണ്ണാ നിനക്ക് ഇതിന്റെ പുറത്ത് കയറാമോ എന്ന് കൃഷ്ണൻ ആലോചിക്കുകയാണ്. അവനെ ഓടക്കുഴൽ ഊതി മെരുക്കി കയറാൻ പോയപ്പോൾ ഉദ്ധവനും സുദാമാവും ബലരാമൻ ജ്യേഷ്ഠനും വന്നു. എന്തിനാണ് കൃഷ്ണ നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, ഞാൻ ഇതിൻ്റെ പുറത്ത് കയറും. അപ്പോഴാണ് രാധയുടെ വരവ്. കൃഷ്ണ, നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇത് അപകടകരമാണ്. എന്നിട്ട് ബലരാമൻ ജ്യേഷ്ഠനോട് അന്ന് അവൾ ചൂടായത് കൃഷ്ണൻ ഓർത്തു. ജ്യേഷ്ഠൻ എന്ത് ഭ്രാന്തായി കാണിച്ചത്?
ഇങ്ങനെയാണോ പന്തയം വെക്കുന്നത്? അപ്പൊ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്കല്ല ഭ്രാന്തി, ഇവനാണ്. ഞാൻ പന്തയം പിൻവലിച്ചിരിക്കുന്നു, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പന്തയത്തിന് വേണ്ടിയല്ല, എനിക്ക് കയറണം, നിങ്ങളൊക്കെ മാറി നിൽക്കൂ. അവൻ മുക്കറയിടുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ മാറി, ഉദ്ധവൻ മാറി, സുധാമാവ് മാറി, എല്ലാവരും മാറി. ആ സമയത്ത് നിന്ന രാധയുടെ രൂപം കൃഷ്ണന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. ഒക്കത്തിങ്ങനെ കൈയൊക്കെ അങ്ങോട്ട് വെച്ച് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്താ കൃഷ്ണ, നീ ഈ കാളക്കൂറ്റന്റെ പുറത്ത് കയറില്ല കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, കയറും. അങ്ങനെയാണെങ്കിൽ കൃഷ്ണ, നമുക്ക് ഒരുമിച്ച് കയറാം. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ ഒരുമിച്ച്. രാധേ, നീ മാറി നിൽക്കൂ, നീ ഇല്ലാതെ കണ്ണൻ ഈ ഇതിന്റെ കാളയുടെ പുറത്ത് കയറുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വാചകം കൃഷ്ണന്റെ ഉള്ളിൽ മുഴങ്ങി, എൻ്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ നിനക്ക് പോകാൻ പറ്റൂ. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ യാത്ര ചെയ്തുകൊള്ളൂ. കൃഷ്ണ കൃഷ്ണ, ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ ഒരുമിച്ച് കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ കഴുത്തിൽ തൂങ്ങി ആ കാളപ്പുറത്ത് കയറിയ രാധ. കൃഷ്ണൻ ചിന്തിക്കുകയായിരുന്നു, ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിൽ ഒരുമിച്ചെന്ന് പറഞ്ഞ രാധ. ആ രാധ ഇന്നെവിടെയാണ്? മരിക്കുന്നെങ്കിലും ഒരുമിച്ചെന്ന് എന്നോട് പറഞ്ഞത്. എൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ വരെ പിന്മാറി, ഉദ്ധവൻ പിന്മാറി, എല്ലാവരും, സുധാമാവ് പിന്മാറി. അപ്പോഴും ബാ, നമുക്കൊരുമിച്ച് മരിക്കാം, ഒന്നുകിൽ ഒന്നിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ രാധ. ആ രാധയാണ് ഞാൻ ഉപേക്ഷിച്ചത്. കൃഷ്ണന് സഹിക്കാൻ പറ്റിയില്ല. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കൃഷ്ണന്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി ഓർമ്മ വന്നു. കാളിയന്റെ പുറത്ത് താൻ നൃത്തം ചവിട്ടുമ്പോൾ ഓടി വന്ന് കാളിന്തി നദിയിലേക്ക് കുതിച്ചു ചാടാൻ പോകുന്ന രാധ താൻ അരുതേ എന്ന് പറയുന്നു. അവൾ ബോധശൂന്യനായി വീഴുന്നു. അവൾ മരണത്തിലേക്ക് പോവുകയായിരുന്നു. എൻ്റെ വിളിയാണ് അവളെ തിരിച്ചു കൊണ്ടുവന്നത്. അന്ന് അവൾ എനിക്ക് പേരിൽ ഒരുപാട് ശകാരം കേട്ടു. അന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, ഞാൻ ഈ കാളി എൻ്റെ പുറത്ത് കയറി മരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ കുറേ ദിവസം ദുഃഖിക്കും, എനിക്കറിയാം. പിന്നെ പതുക്കെ മറക്കും. പക്ഷേ രാധ അവൾ ആ നിമിഷം മരിക്കും, എൻ്റെ കൂടെ ആ നിമിഷം മരിക്കും. ആ രാധയെയാണ് ഞാൻ ഉപേക്ഷിച്ചത്. ആ രാധയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ രുക്മിണിയെ വിവാഹം ചെയ്തത്. ആ രാധയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ശൈബ്യയെ വിവാഹം ചെയ്തത്. ക്ഷമിക്കണേ രാധേ. കൃഷ്ണൻ എവിടെയോ വെച്ച് എന്തൊക്കെയോ മറന്നുപോയി രാധേ, അന്ന് ആ കാളിന്തി തടത്തിൽ നീ വന്നതിൻ്റെ പേരിൽ നിന്നെ അവർ മുറിക്കകത്ത് പൂട്ടിയിട്ടതുവരെ ഈ കൃഷ്ണൻ ഓർമ്മിക്കുന്നു. അന്ന് നിന്നെ രക്ഷിക്കാൻ ഞാനും സുധാമാവും ബലരാമൻ ജ്യേഷ്ഠനും വന്നപ്പോൾ എൻ്റെ മുതുകിൽ തൂങ്ങി. ജ്യേഷ്ഠൻ കയറുവഴി വലിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, രാധേ പേടിയുണ്ടോ? നീ പറഞ്ഞു, ഇല്ല, എനിക്ക് പേടിയില്ല കൃഷ്ണ, നീ ഉള്ളപ്പോൾ. ആ രാധ, അന്ന് നിനക്ക് 14 വയസ്സാണ്, എനിക്ക് 19 വയസ്സ്. കൃഷ്ണൻ ആ 14 വയസ്സുള്ള പയ്യനായി മാറി. കൃഷ്ണൻ ആലോചിച്ചു, എന്ത് രസമായിരുന്നു വൃന്ദാവനം, കാളിന്തി, കാളിയൻ, യമുന, ഗോപന്മാര്, ഗോപികമാര്, മയിലുകള്, പശുക്കള്, എന്നെ വിട്ടുപിരിയാത്ത പശുക്കള്, യശോദാമ്മ, നന്ദഗോപൻ, ബലരാമൻ ജ്യേഷ്ഠൻ, സർവോപരി രാധ. ഇനി ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഓർമ്മകൾ. രാധേ മാപ്പ്. ഈ സമയത്തൊരു ശാരിക പറന്നു വരികയായിരുന്നു.
ആ ശാരിക പറന്നു വന്ന് കൃഷ്ണന്റെ കയ്യിലിരുന്നു. കൃഷ്ണൻ അത്ഭുതപ്പെട്ടു പോയി. അതേ, ശാരിക രാധയുടേതാണ്, ശാരിക രാധയുടേതാണ്. അതിലെ സന്ദേശം കൃഷ്ണൻ എടുത്തു. കൃഷ്ണ, നീ എത്രയും പെട്ടെന്ന് ദ്വാരകയിൽ തിരിച്ചെത്തണം. യാദവന്മാർ നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ അലസന്മാരായി മാറിയിരിക്കുന്നു. അവർ ധർമ്മമാർഗത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. ചാരന്മാര് തന്ന വിവരമാണ് കൃഷ്ണ. അവർ മിടുക്കന്മാരാണ് കൃഷ്ണ. ഈ സമയത്താണ് ശ്വേതകേതു വന്നത്. കൃഷ്ണന്റെ കണ്ണിലെ നനവും ഈ സന്ദേശവും ശ്വേതകേതു നോക്കി. അപ്പോൾ പറഞ്ഞു, അല്ല, എന്താണിത്, എന്താണിത് കൃഷ്ണ, അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ഇതാ മറ്റൊരു സന്ദേശം. അപ്പോൾ പറഞ്ഞു, ഇത് രാധയുടെ സന്ദേശം. രാധയ്ക്ക് എങ്ങനെ അറിയാം? രാധയുടെ ചാരന്മാര് ദ്വാരകയിൽ വന്ന് ചാരപ്രവർത്തി നടത്തുന്നു. എന്നിട്ട് ദ്വാരകയിലെ ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് കൃഷ്ണ, എനിക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ കംസവധത്തിന് പുറപ്പെട്ടപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി രാധാറാണി ബർസാനയിലെ രാജകുമാരിയാവുകയും മധുരയിൽ വന്ന് കംസന്റെ കയ്യിൽ നിന്ന് പണം സമ്പാദിക്കുകയും അത് സാന്ദീപ മുനിക്ക് കൊടുക്കുകയും സാന്ദീപ മുനി അവിടെ മധുരയിൽ നിന്ന് ഈ ചാരപ്രവർത്തിയിലും കളരിപ്പയറ്റിലും മുഷ്ടിയുദ്ധത്തിലും ആയുധവിദ്യയിലും അഗ്രഗണ്യരായവരെ കൊണ്ടുവരികയും അവരെ കൊണ്ട് പ്രത്യേക പരിശീലനം നേടിക്കൊടുപ്പിക്കുകയും ചെയ്തു ഗോപന്മാരെ. ആ ഗോപന്മാരുടെ മുഴുവൻ നിയന്ത്രണവും അന്ന് രാധയ്ക്കായിരുന്നു. രാധയുടെ ആ ചാരവൃത്തിയിലുള്ള അവരെ വെല്ലാൻ മറ്റാർക്കും കഴിയില്ല. കൃഷ്ണന്റെ ദ്വാരകയിലുള്ളവർക്കും കഴിയില്ല. ഇപ്പോൾ ശ്വേതകേതു, എനിക്ക് പോയേ പറ്റൂ. കാരണം പുഷ്കര തീർത്ഥം നമുക്ക് തിരിച്ചു പിടിക്കണം. ചേകിതനെ അവിടെ രാജാവാക്കണം. കൃഷ്ണൻ പറക്കുകയായിരുന്നു. കൃഷ്ണന്റെ രഥം പറക്കുകയായിരുന്നു. കൃഷ്ണൻ ദ്വാരകയിലെത്തി. കൃഷ്ണന് മനസ്സിലായി രാധയുടെ സന്ദേശം ശരിയാണ്. എല്ലാവരും സുഖലോലുപതയിൽ ഇങ്ങനെ മയങ്ങുകയാണ്. കൃഷ്ണൻ ചെന്നു രാജ്യസഭ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, പുഷ്കര തീർത്ഥം കൗരവർ പിടിച്ചടക്കിയിരിക്കുന്നു. നമ്മുടെ യാദവ രാജാവായ ചേകിതനെ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നു. ദ്രൗപദിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ദ്രൗപദിയെ ജരാസന്ധന്റെ മകൻ പൗത്രൻ മേഘസന്ധി വിവാഹം കഴിച്ചാൽ അത് വലിയ നാശത്തിലേക്ക് നയിക്കും. അവരും കുരുവംശവും തമ്മിലൊരു യുദ്ധമുണ്ടാകും. അതിൽ ഇരു കൂട്ടർക്കും വൻ നാശം വരും. അവിടെ വെച്ച് ധർമ്മം നശിക്കും. പക്ഷേ ഉഗ്രസേനനാകട്ടെ, വസുദേവരാകട്ടെ, അക്രൂരനാകട്ടെ, എല്ലാവർക്കും ഒരേ അഭിപ്രായം. അതിൽ നമ്മളെന്തിനാണ് ഇടപെടുന്നത്? അവർ തമ്മിലടിക്കട്ടെ, അവർ തമ്മിലടിച്ച് നശിക്കട്ടെ. നമുക്കവിടെ പോകേണ്ട, നമുക്കതിനകത്ത് ഇടപെടേണ്ട. ചേകിതനെ അവിടെ രാജാവാക്കി നമുക്ക് എന്തു ചെയ്യാൻ? കൃഷ്ണൻ പറഞ്ഞു, യദുവംശത്തിന്റെ രാജാവാണത്. യദുവംശത്തിന്റെ രാജാവിനെയാണ് നീക്കം ചെയ്തത്. അപ്പോൾ സാത്യകി പറഞ്ഞു, അതിന് അയാള് പോരാടട്ടെ, നമുക്കെന്തു വേണം? കൃഷ്ണൻ മനസ്സിൽ പറഞ്ഞു, രാധേ രാധേ, നീ പറഞ്ഞത് ശരിയാണ് രാധേ, നീ പറഞ്ഞത് ശരിയാണ് രാധേ. യാദവന്മാർ അലസരായി മാറിയിരിക്കുന്നു, യാദവന്മാർ അലസരായി മാറിയിരിക്കുന്നു. കൃഷ്ണൻ ബലരാമൻ ജ്യേഷ്ഠനെ സമീപിച്ചു. ബലരാമൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, നോക്കൂ ബലരാമൻ ജ്യേഷ്ഠ, ചേകിതനെ പുറത്താക്കിയിരിക്കുന്നു. പുഷ്കര തീർത്ഥം നിർണായക സ്ഥലമാണ്. നമ്മളത് തിരിച്ചു പിടിക്കണം. ദുര്യോധനനാണ് അത് കൈക്കലാക്കിയത്. ബലരാമൻ ജ്യേഷ്ഠനാകട്ടെ അല്പം മദ്യലഹരിയിലും കൂടായിരുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, ദുര്യോധനനാണോ? ദുര്യോധനനാണെങ്കിൽ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, അവൻ എനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനാണ്. അവനോട് ഞാൻ എങ്ങനെയാണ് പൊരുതുന്നത്? ഞാൻ പറഞ്ഞാൽ അവനത് തിരിച്ചു തരും. കൃഷ്ണൻ നിർനിമേഷനായി ബലരാമൻ ജ്യേഷ്ഠനെ നോക്കി. അതെ, മദ്യത്തിന്റെ ലഹരിയിലാണ് ബലരാമൻ ജ്യേഷ്ഠൻ. ബലരാമൻ ജ്യേഷ്ഠനും
അലസനായി മാറിയിരിക്കുന്നു. ബലരാമൻ ജ്യേഷ്ഠനും അലസനായി മാറിയിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കൃഷ്ണൻ വിചാരിച്ചു, ദ്രൗപദിയുടെ കല്യാണം ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അവിടെ പഞ്ചപാണ്ഡവരെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പഞ്ചപാണ്ഡവര് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തൊക്കെ സംഭവങ്ങൾ അവിടെ അരങ്ങേറും. ദ്രുപദൻ ജരാസന്ധന്റെ പക്ഷത്ത് ചേരുന്ന നിമിഷം അധർമ്മം നശിക്കും. കൃഷ്ണൻ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ഒരു കാര്യം മനസ്സിലാക്കൂ ബലരാമൻ ജ്യേഷ്ഠ. ഈ ജരാസന്ധന്റെ കൂടെ ദ്രുപദൻ ചേർന്ന് കഴിഞ്ഞാൽ ജരാസന്ധനും ദ്രുപദനും ഭീഷ്മരുടെ കൗരവരും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ധർമ്മം ക്ഷയിക്കും. നമുക്ക് ധർമ്മം പുനഃസ്ഥാപിക്കണ്ടേ ജ്യേഷ്ഠ? അപ്പൊ ബലരാമൻ ചോദിച്ചു, കൃഷ്ണ, എന്താണ് ധർമ്മം? ധർമ്മം എന്നാൽ എന്താണ് കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇനി ജ്യേഷ്ഠനോട് പറഞ്ഞിട്ട് കാര്യമില്ല. രാധ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ആ മദ്യലഹരിയിലും ബലരാമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, രാധയോ? രാധ എന്തു പറഞ്ഞു നിന്നോട്? രാധ എന്താണ് നിന്നോട് പറഞ്ഞത്? അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠനെ നോക്കിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഇത്രയും ഉന്മത്തനായി നിന്ന് രാജ്യകാര്യങ്ങൾ എന്തെന്ന് പോലും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ജ്യേഷ്ഠ, അങ്ങയേക്കാൾ ഉത്തരവാദിത്വം എൻ്റെ പുറത്ത് രാധയ്ക്കുണ്ട്. അങ്ങന്റെ ജ്യേഷ്ഠനാണ്, അങ്ങന്റെ സംരക്ഷകനാണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ പോലും മനസ്സിലാക്കാൻ അങ്ങേക്ക് കഴിയുന്നില്ല. പക്ഷേ അന്നറിയുന്നതിന് മുമ്പ് രാധ അറിഞ്ഞു. അവൾ എൻ്റെ സംരക്ഷകയാണ്. അവിടുന്ന് പുറത്തു വന്നപ്പോൾ സാത്യകിയുണ്ട്. സാത്യകിയോട് ചോദിച്ചു, സാത്യകി, ഈ പുഷ്കര തീർത്ഥം തിരിച്ചു പിടിക്കണ്ടേ? ധർമ്മം നശിക്കാൻ പോവുകയാണ്. അപ്പൊ സാത്യകി ചോദിച്ചു, എന്താണ് കൃഷ്ണ ധർമ്മം? ആ സമയത്താണ് സത്രാജിത്തിന്റെ വരവ്. സത്രാജിത്ത് പറഞ്ഞു, കുറെ നേരമായിട്ട് ധർമ്മം സ്ഥാപിക്കണം എന്ന് പറയുന്നല്ലോ. കൃഷ്ണ, എന്താണ് ധർമ്മം? നമ്മുടെ ഈ സൈന്യങ്ങളെ കൊണ്ട് വല്ലവർക്കും വേണ്ടി കൊലയ്ക്ക് കൊടുക്കുന്നതോ? കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. കൃഷ്ണൻ അവിടുന്ന് നടന്നു വന്നപ്പോൾ അക്രൂരനും ചോദിച്ചു, കൃഷ്ണ, എനിക്കും ധർമ്മത്തിന്റെ നിർവചനം അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് കൃഷ്ണ. എന്താണ് ധർമ്മം? എന്താണ് കൃഷ്ണ ധർമ്മം? കൃഷ്ണൻ എല്ലാവരെയും വിട്ടിട്ട് നടന്നു, നേരെ തന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പൊ രുക്മിണി ഓടി വന്നിട്ട് പറഞ്ഞു, എന്താണ്, വല്ലാതിരിക്കുന്നല്ലോ? ഒന്നുമില്ല രുക്മിണി, ഒന്നുമില്ല. കൃഷ്ണൻ തന്റെ പട്ടുമെത്തയിലേക്ക് കടന്നു. ആ സമയത്ത് പുറത്ത് ഇടിയും മിന്നലും മഴയും. കൃഷ്ണന്റെ മനസ്സിൽ ആ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. എന്താണ് ധർമ്മം? കൃഷ്ണൻ സ്വയം ചോദിച്ചു, അതെ, എന്താണ് ധർമ്മം? കൃഷ്ണൻ അത്ഭുതപ്പെട്ടുപോയി. കൃത്യമായ ഒരു ഉത്തരം തന്നിലേക്ക് പോലും വരുന്നില്ല. ആ സമയത്ത് കൃഷ്ണന്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. കൃഷ്ണൻ പകുതി മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. കൃഷ്ണൻ പകുതി മയക്കത്തിലേക്ക് വഴുതി വീണ ആ നിമിഷം കൃഷ്ണൻ കാണുകയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന തേജോമയമായ രൂപം. പഴയതുപോലെ രണ്ട് കൈയുമൊക്കെ എടുത്ത് ഇടുപ്പിന് കുത്തിക്കൊണ്ട് ചുണ്ടുകളൊക്കെ കൂർപ്പിച്ചിട്ട് രാധ ചോദിക്കുകയാണ്, കൃഷ്ണ, നിനക്ക് ധർമ്മം എന്താണെന്ന് അറിയില്ലേ കൃഷ്ണ? നീ സ്വയം നിന്നോട് തന്നെ ചോദിക്കൂ കൃഷ്ണ, എന്താണ് ധർമ്മമെന്ന്. നീ തന്നെയാണ് കൃഷ്ണ അത് കണ്ടെത്തുന്നത്. നിന്റെ ബാല്യകാലം മുഴുവനും ചെലവഴിച്ച, നിന്നെ നെഞ്ചിലേറ്റി ലാളിച്ച വൃന്ദാവനം, ആ വൃന്ദാവനത്തെ ഉപേക്ഷിച്ചിട്ട് പിന്നെ വൃന്ദാവനത്തെ തിരിഞ്ഞു നോക്കാതിരുന്നത് ധർമ്മമാണോ കൃഷ്ണ? നിന്നെ അത്യധികം സ്നേഹിച്ച വൃന്ദാവനത്തിലെ വൃക്ഷങ്ങള്, വൃന്ദാവനത്തിലെ കുരങ്ങുകള്, വൃന്ദാവനത്തിൽ നൃത്തം ചവിട്ടിയ മയിലുകള്, നിന്നെ അത്യധികമായി സ്നേഹിച്ച ഈ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നീട് നീ തിരിഞ്ഞു നോക്കാതിരുന്നത് ധർമ്മമാണോ കൃഷ്ണ?
ഒരസ്ത്രം വന്ന് തൻ്റെ നെഞ്ചിലേക്ക് തറയ്ക്കുന്നത് പോലെ കൃഷ്ണൻ ഒന്ന് പിടഞ്ഞു. അപ്പോൾ കൃഷ്ണന്റെ കൈ വന്ന് രുക്മിണിയുടെ ദേഹത്ത് തട്ടി. രുക്മിണി ഞെട്ടി ഉണർന്നപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ഞെളിപിരി കൊള്ളുകയാണ്. രുക്മിണി കുറച്ചു നേരം കൃഷ്ണന്റെ കൈത്തടം ഇങ്ങനെ മുറുകെ പിടിച്ചു കിടന്ന് രുക്മിണി വീണ്ടും കണ്ണുകളിൽ മയക്കത്തിലേക്ക് വിളിച്ചു. അപ്പോൾ രാധാറാണി ചോദിച്ചു, നോക്കൂ, നിന്റെ മധുരയിലെ ആളുകൾ നിന്നെ രക്ഷകനായി കണ്ടു. ആ സമയത്ത് നീ കംസനെ കൊന്നിട്ട് അതിനെ വലിച്ചഴച്ചു. ആ മൃതദേഹം ധർമ്മമാണോ കൃഷ്ണ? സ്വന്തം അമ്മാവനെ കൊന്നത് ധർമ്മമാണോ കൃഷ്ണ? നീ ജരാസന്ധനെ ഭയന്ന് ഒളിച്ചോടി ഗോമന്തകത്തിൽ എത്തിച്ചേർന്നു. അത് ഭീരുത്വമാണോ കൃഷ്ണ? അതോ ധർമ്മമാണോ കൃഷ്ണ? ബലരാമൻ ദുഷ്ടനായ ജരാസന്ധനെ കൊല്ലാൻ മുതിർന്നു. ആ സമയത്ത് നീ അത് തടഞ്ഞു. പറയൂ കൃഷ്ണ, ധർമ്മമാണോ? കൃഷ്ണൻ ഞെളിപിരി കൊള്ളാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഞെളിപിരി കൊള്ളാൻ തുടങ്ങി. കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ രാധേ, തലയിട്ട് വിട്ടാൻ തുടങ്ങി. രുക്മിണി വീണ്ടും ഉണർന്നപ്പോൾ അന്യ സ്ത്രീയുടെ പേര് പറഞ്ഞ് തലയിട്ടുരുട്ടുന്ന കൃഷ്ണനെയാണ് കണ്ടത്. രാധേ രാധേ രാധേ. രുക്മിണിക്ക് വല്ലാത്ത ഈർഷ്യ വന്നു. രുക്മിണി അപ്പുറത്തെ വശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അപ്പോൾ രാധ ചോദിച്ചു, കൃഷ്ണ, കുണ്ഠിനപുരത്ത് സ്വയംവരം നിശ്ചയിച്ച രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയത് ധർമ്മമാണോ കൃഷ്ണ? രുക്മിണിയുടെ സഹോദരനെ മുറിവേൽപ്പിച്ചത്, വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ധർമ്മമാണോ കൃഷ്ണ? ആ പ്രവൃത്തി നടത്തിയപ്പോൾ രുക്മിണിയുടെ പിതാവായ ഭീഷ്മകന്റെ ഹൃദയം തകർന്നത് നീ അറിഞ്ഞില്ലേ? രുക്മിണിയുടെ പിതാവായ ഭീഷ്മകന്റെ ഹൃദയം തകർത്തത് ധർമ്മമാണോ കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ ഉറക്കം വിളിച്ചു, രാധേ രാധേ. രുക്മിണി വീണ്ടും അസ്വസ്ഥയായി. രുക്മിണി വീണ്ടും കണ്ണുകൾ തുറന്നു. എന്താണ് തൻ്റെ പ്രാണനാഥൻ ചെയ്യുന്നത്? ഇന്ന് എന്താണ് സംഭവിച്ചത്? എൻ്റെ കൂടെ കിടക്കയിൽ കിടന്ന് മറ്റൊരു സ്ത്രീയുടെ നാമം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഉരുവിടുന്നത്? അപ്പോൾ രാധ ചോദിച്ചു, കൃഷ്ണ, ഹസ്തിനപുരം യഥാർത്ഥത്തിൽ ദുര്യോധനനല്ലേ കിട്ടേണ്ടത്? ദുര്യോധനന്റെ പിതാവ് അന്ധനായി പോയതിന് ദുര്യോധനൻ എന്ത് പിഴച്ചു? സ്വന്തം മാതാവ് കണ്ണു മൂടിക്കെട്ടി സ്വയം അന്ധയായതിന് എന്ത് പിഴച്ചു? ആ രാജ്യം കിട്ടേണ്ടത് ദുര്യോധനനല്ലേ? അത് കിട്ടാതിരുന്നത് ധർമ്മമോ അധർമ്മമാണോ? പ്രസവിച്ച ഉടനെ തന്നെ കൃഷ്ണ സ്വന്തം മകനായ കർണനെ ഉപേക്ഷിച്ച കുന്തിദേവി ചെയ്തത് ധർമ്മമാണോ? നീ കുന്തിദേവിയുടെ പക്ഷത്ത് നിൽക്കുന്നു ധർമ്മം സ്ഥാപിക്കാൻ. പറയൂ കൃഷ്ണ, നൊന്തു പ്രസവിച്ച മകനെ ഒരു ജലാശയത്തിൽ ഉപേക്ഷിച്ചത്, കർണനെ ഉപേക്ഷിച്ചത് ധർമ്മമാണോ? നീ കാമ്പില്യയിലെത്തി. അവിടെ ദ്രുപദനും മക്കളും നിന്റെ മുന്നിൽ മനസ്സ് തുറന്നിട്ടും ദ്രൗപദിയെ സ്വീകരിച്ചാൽ കുരുവംശം ഭീഷ്മരും ദ്രോണരുമായി ഏറ്റുമുട്ടണം. ആ ഏറ്റുമുട്ടുന്നതിലെ വിഷമസന്ധി ഒഴിവാക്കാൻ വേണ്ടി മാത്രം നീ ദ്രൗപദിയെ നിരസിച്ചത് ശരിയാണോ കൃഷ്ണ? ധർമ്മമാണോ കൃഷ്ണ? ഉള്ളിൽ അവളെ സ്വീകരിക്കണമെന്നുണ്ടായിരുന്നിട്ടും സ്വീകരിച്ചാൽ ഏറ്റുമുട്ടേണ്ടി വരുന്നത് ഭീഷ്മരും ദ്രോണരും ഉൾപ്പെടെയുള്ള സംഘത്തോടാണെന്ന് മനസ്സിലാക്കി അതിന് മുതിരാതിരുന്നത് ധർമ്മമാണോ കൃഷ്ണ? ധർമ്മമാണോ കൃഷ്ണ? കൃഷ്ണൻ വല്ലാതെ അസ്വസ്ഥനായി മാറി. കൃഷ്ണ, ദ്രൗപദിയുടെ സ്വയംവരം ഈ രീതിയിൽ നീ നിശ്ചയിച്ചു. നീ ആ ചെയ്തത് ധർമ്മമാണോ? അവിടെ ഒരു പരാജയം സംഭവിച്ചാൽ ദ്രൗപദിയുടെ ജീവിതം എന്തായിരിക്കും കൃഷ്ണ?
കൃഷ്ണൻ ഞെട്ടി ഉണർന്നിട്ട് രാധേ എന്ന് വിളിച്ച് രുക്മിണിയുടെ ദേഹത്തേക്ക് കൈയിട്ടു. രുക്മിണി ദേഷ്യത്തോടുകൂടി ആ കൈയൊന്ന് തട്ടിമാറ്റി. കൃഷ്ണൻ വീണ്ടും ഇങ്ങനെ കിടക്കുകയാണ്. കൃഷ്ണൻ അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് കൃഷ്ണൻ ഓർക്കുകയാണ്, ശരിയാണ് ഭീഷ്മരുടെ ധർമ്മം കുരുവംശം പാലിക്കുക എന്നതാണ്. ധ്രുവദൻ ധർമ്മമായി കരുതുന്നത് തന്നെ അപമാനിച്ചു വിട്ട ദ്രോണരെ വധിക്കുക എന്നതാണ്. പഞ്ചപാണ്ഡവന്മാർ ധർമ്മമായി കരുതുന്നത് അവരുടെ അമ്മയെ സംരക്ഷിക്കുക എന്നതാണ്. രുക്മിണിയും ശൈഭ്യയും ധർമ്മമായി കരുതുന്നത് തന്നെ സേവിക്കുക എന്നതാണ്. പക്ഷേ രാധ അവൾ ധർമ്മമായി കരുതുന്നത് ഞാൻ ഉപേക്ഷിച്ചിട്ടും ഞാൻ വേറെ വിവാഹം കഴിച്ചിട്ടും എന്നെ സ്നേഹിക്കുക എന്നതാണ്. അവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ടും അവൾ എന്നെ സ്നേഹിക്കുന്നു. സ്നേഹിച്ചിട്ട് ഉപേക്ഷിക്കുന്ന പെണ്ണ് പകയാണ്, പകമൂത്ത പാമ്പാണ്. പക്ഷേ അല്പം പോലും പകയില്ലാതെ ഞാൻ ഉപേക്ഷിച്ചിട്ടും അവൾ എന്നെ ഒന്ന് വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കാൻ അവൾ തയ്യാറാകുന്നില്ല. അതേ, അവൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ രുക്മിണിയെ ഉപേക്ഷിക്കും. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ ശൈബിയെ ഉപേക്ഷിക്കും. ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ ദ്വാരക പോലും ഉപേക്ഷിക്കും. പക്ഷേ അവളത് പറഞ്ഞില്ല. പെട്ടെന്ന് കൃഷ്ണന്റെ മുന്നിലേക്ക് വന്നു. അതേ, ധർമ്മമെന്താണ്? തന്നെ ഉപേക്ഷിക്കുന്നതിനെയും സ്നേഹിക്കുക. തന്നെ ഉപേക്ഷിച്ചാലും ശരി, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. ഞാൻ രാധയെ ഉപേക്ഷിച്ചു, ഒരിക്കൽ പോലും രാധ അതിനെക്കുറിച്ച് വേദനിപ്പിക്കുന്ന ഒരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല. അതെ, നമ്മൾ നിരസിച്ചാൽ പോലും നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുന്നത് ധർമ്മം. ഒരു സ്ത്രീയെ മാത്രം സ്നേഹിച്ച് അവളെ മാത്രം വിവാഹം കഴിക്കുന്നത് ധർമ്മം. ഒരു സ്ത്രീയാകട്ടെ ഒരു പുരുഷനെ മാത്രം ധ്യാനിച്ചു കഴിയുന്നത് ധർമ്മം. ഒന്നിൽ കൂടുതൽ സ്ത്രീകളുടെ അടുക്കലേക്ക് പോകുന്നത് അധർമ്മം. അതേ രാധേ, ധർമ്മത്തിന്റെ കൃത്യമായ നിർവചനം നീ പഠിപ്പിച്ചു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക, പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്താലും ക്ഷമിക്കുക, ആരെക്കുറിച്ചും കുറ്റം പറയാതിരിക്കുക. അതേ രാധേ, നിനക്ക് വേണമെങ്കിൽ എന്നെക്കുറിച്ച് 1000 കുറ്റം പറയാം. എൻ്റെ കൂടെ നടക്കുന്ന ഉദ്ധവൻ പോലും നിന്നെ ഉപേക്ഷിച്ചതിന് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. പക്ഷേ നീ അതുപോലും ചെയ്യുന്നില്ല. രാധേ, നീ എന്നെ ധർമ്മം എന്തെന്ന് പഠിപ്പിച്ചു. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, നമ്മളെ നിരസിക്കുന്നവരെ പോലും എന്ത് ചെയ്യുക, നമ്മൾ സ്നേഹിക്കുക. ഒരേ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. വിവാഹം കഴിക്കുന്നു എങ്കിൽ ഒറ്റ സ്ത്രീ ഒരു പുരുഷനിൽ മാത്രം. മറ്റു പെണ്ണുങ്ങളെ ആഗ്രഹിക്കാതിരിക്കുക, സ്ത്രീ മറ്റു പുരുഷനെ ആഗ്രഹിക്കാതിരിക്കുക. നീ ധർമ്മത്തിന്റെ ദേവതയാണ് രാധേ, രാധേ, നിന്നെ ഞാൻ നമിക്കുന്നു. പക്ഷെ ആ പറഞ്ഞത് അല്പം ഉറക്കെയായി പോയി. രാധേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ രുക്മിണിയുടെ ദേഹത്തേക്ക് കൈയെടുത്തിട്ടതും രുക്മിണി ആ കൈയെടുത്ത് തട്ട് മാറ്റിയിട്ട് പറഞ്ഞു, കുറെ നേരമായി ഞാൻ ക്ഷമിക്കുകയാണ് കൃഷ്ണ, കുറെ നേരമായി ഞാൻ ക്ഷമിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ കിടക്കയിൽ കിടന്നിട്ട് മറ്റൊരു സ്ത്രീയുടെ പേര് വിളിച്ചു പറയുക ശരിയാണോ കൃഷ്ണ? എൻ്റെ കഴുത്തിൽ കൃഷ്ണ നീ താലി കെട്ടിയില്ലേ? എൻ്റെ കൂടെ കട്ടിലിൽ കിടന്നിട്ട് രാധയുടെ പേര് വിളിച്ചു പറയാൻ എന്ത് പ്രത്യേകതയാണ് രാധയ്ക്കുള്ളത് കൃഷ്ണ? ഈ എന്നേക്കാൾ ഞാൻ രാജകുമാരിയാണ് കൃഷ്ണ, അവളൊരു പാൽക്കാരിയാണ്. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചു. ആ രാജകീയ പദവിയിൽ നിന്നല്ലേ കൃഷ്ണ നിന്നോടൊത്ത് ഞാൻ ഇറങ്ങി വന്നത്. രുക്മിണി പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൃഷ്ണൻ അവളെ പൊട്ടിത്തെറിക്കാൻ അനുവദിച്ചു. ഒടുവിൽ പറഞ്ഞ് രുക്മിണി ശാന്തയായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു,
എൻ്റെ ഹൃദയം വായിക്കുന്നവരാരോ അവരാണ് എന്നെ പ്രണയിക്കുന്നത്. രുക്മിണി പറഞ്ഞു, കൃഷ്ണ, അങ്ങയുടെ ഹൃദയം വായിക്കാൻ എന്നെപ്പോലെ ഈ ലോകത്താർക്കാണ് കഴിയുന്നത്? അപ്പോൾ കൃഷ്ണൻ ഒരു ഓലയെടുത്തു. ആ ഓലയ്ക്കകത്ത് കൃഷ്ണൻ എന്തോ എഴുതി. എന്നിട്ട് ആ ഓല അതിൻ്റെ പുറത്തേക്ക് മാറ്റിവെച്ചു. മാറ്റിവെച്ചതിന് ശേഷം കൃഷ്ണൻ പറഞ്ഞു, ദേ നോക്കൂ രുക്മിണി, ഈ നിമിഷം എൻ്റെ മനസ്സിൽ എന്താണ്? ഈ നിമിഷം എൻ്റെ മനസ്സിൽ എന്താണ്? അത് ഞാൻ ഈ ഓലയിൽ എഴുതിയിട്ടുണ്ട്. രുക്മിണി, നീ പറയൂ, ഈ നിമിഷം എൻ്റെ മനസ്സിൽ എന്താണെന്ന് പറയൂ. രുക്മിണി പറഞ്ഞു, എന്തോന്നറിയാനായിട്ട് ഈ നിമിഷം? രാധ, അതല്ലാതെ വേറൊന്നുമില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, നീ ശൈബിയെ വിളിച്ചു കൊണ്ടുവരൂ. രുക്മിണി പോയി ശൈബിയെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ശൈബിയെ എത്തുന്നതിനിടയ്ക്ക് വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ രുക്മിണി പറഞ്ഞു കേൾപ്പിച്ചു. ശൈബിയെ അവിടെ പിടിച്ചിരുത്തി. ശൈബിയെ, ഈ നിമിഷം ഈ കൃഷ്ണന്റെ ഹൃദയത്തിൽ എന്താണ് നിനക്ക് പറയാമോ? അപ്പോൾ ശൈബിയെ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, വൃന്ദാവനവും രാധയും. വൃന്ദാവനവും രാധയുമാണ് നിന്റെ മനസ്സിൽ കൃഷ്ണ. കൃഷ്ണൻ ഒരു നിമിഷം ധ്യാനത്തിലിരുന്നിട്ട് പറഞ്ഞു, രാധേ, ഈ നിമിഷം എൻ്റെ മനസ്സിൽ എന്താണ് രാധേ? ഈ നിമിഷം എൻ്റെ മനസ്സിൽ എന്താണ് രാധേ? ആ നിമിഷം ബർസാനയിലെ കൊട്ടാരത്തിൽ രാധയുടെ മുറിയിൽ നിന്നും ശാരിക ആ സന്ദേശവുമായി പറന്നുയരുകയാണ്. ശാരികയുടെ ചിറകടി വെച്ച് അന്തരീക്ഷത്തിൽ മുഴങ്ങി. ശാരിക പറക്കുകയാണ്. രാധയുടെ സന്ദേശവുമായി ബർസാനയിലേക്ക് കുതിക്കുകയാണ്. ആ ശാരികയ്ക്ക് കൃഷ്ണന്റെ ശക്തിയുണ്ട്, രാധികയുടെ ശക്തിയുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് അപാരമായ വേഗതയിൽ വിചാരിക്കുന്നിടത്ത് പറന്നെത്താൻ കഴിവുള്ള ശാരിക. ഈ ശാരികയാണ് പിന്നീട് ശുഗമഹർഷിയായി മാറുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ആ ശാരിക പറക്കുകയാണ്. കൃഷ്ണൻ മനക്കണ്ണിൽ കണ്ടു. ശാരിക പുറപ്പെട്ടു കഴിഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി, ആ ജനാലകൾ തുറന്നിടൂ നീ. രുക്മിണി ചോദിച്ചു, എന്തിന്? തുറന്നിടൂ രുക്മിണി. ആ ജനാലകൾ തുറന്നിട്ടു. ശാരിക പറക്കുകയാണ്. ദ്വാരക ലക്ഷ്യമാക്കി നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. 1, 2, 3, 4, 5, 6, 20 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ചിറകടി വച്ച രുക്മിണി കേട്ടു, ശൈബ്യ കേട്ടു, കൃഷ്ണൻ കേട്ടു. ഒരു ശാരിക ജനാലയിലൂടെ പറന്നു വരികയാണ്. പറന്നു വന്ന് കൃഷ്ണന്റെ കാലിലിരുന്നു. കൃഷ്ണൻ ആ കാലിലെ സന്ദേശമെടുത്ത് രുക്മിണിയുടെ അടുത്ത് പറഞ്ഞു, രുക്മിണി, രാധയുടെ സന്ദേശമാണിത്. നീ ഈ സന്ദേശം വായിച്ചിട്ട് ശൈബ്യയ്ക്ക് കൊടുക്കൂ. എൻ്റെ മനസ്സിൽ എന്താണെന്ന് രാധ എഴുതിയിരിക്കുന്നു. രുക്മിണി പറഞ്ഞു, അത് അങ്ങ് ഇവിടെ ഇരിക്കുന്നു. ഇത് രാധ എങ്ങനെ കേട്ടു? ഇതെങ്ങനെ ഇത്ര നിമിഷം കൊണ്ട്? ദ്വാരകയും ബർസാനയും തമ്മിൽ എന്തകലമാണുള്ളത്? നിമിഷങ്ങൾ കൊണ്ട് എങ്ങനെ വന്നു? ചോദ്യങ്ങൾ പിന്നെ ചോദിക്കാൻ രുക്മിണി. നീ അത് തുറക്കൂ രുക്മിണി. രുക്മിണി അത് തുറന്നു. രുക്മിണി അത് വായിച്ചു. എന്നിട്ട് ശൈബ്യയ്ക്ക് കൊടുത്തു. ശൈബ്യയും അത് വായിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി രണ്ടുപേരും ഞാൻ എഴുതി വച്ചിരിക്കുന്ന താളിയോല എടുക്കൂ. ആ താളിയോല എടുത്തു. രുക്മിണി ആ താളിയോല വായിച്ചു. ശൈബ്യയും ആ താളിയോല വായിച്ചു. രുക്മിണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ശൈബ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി, കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി, കണ്ണുകളിൽ ഒരു വിഷാദഭാവം. എന്തായിരുന്നു കൃഷ്ണന്റെ മനസ്സിലുണ്ടായിരുന്നത്? കൃഷ്ണൻ എന്തായിരുന്നു ആ ഓലയിൽ എഴുതി വച്ചിരുന്നത്? രാധ എന്താണ് ഈ ശാരികയുടെ കാലിൽ എഴുതിയിട്ട് കൊടുത്തത്? കൃഷ്ണന്റെ മനസ്സിലുണ്ടായിരുന്ന ആ വാചകം തന്നെയാണോ എഴുതിയത്? ആണെങ്കിൽ അതെന്തായിരുന്നു? എന്തുകൊണ്ടാണ് രുക്മിണിയുടെ കണ്ണുകൾ നിറഞ്ഞത്? എന്തുകൊണ്ടാണ് ശൈബ്യ പുഞ്ചിരിച്ചത്? എന്തുകൊണ്ടാണ് കൃഷ്ണൻ പുഞ്ചിരിക്കുകയും കണ്ണുകളിൽ വിഷാദവും വളർന്നത്? ആ സമയത്ത് ശാരിക പറഞ്ഞു, രാധേ,
അപ്പോൾ രുക്മിണി ഇങ്ങനെ നിവർന്നു നോക്കി, ശൈലിയും നോക്കി. അപ്പോൾ വീണ്ടും തത്ത പറഞ്ഞു, രാധേ 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 ശ്രീ രാധേ രാധേ. അവിടെ അന്തരീക്ഷം മുഴുവനും അസാമാന്യമായ ഒരു സൗരഭ്യം ഉണ്ടാകുന്നതും അസാമാന്യമായ ഒരു ശാന്തത ഉണ്ടാകുന്നതും അവിടെ ആകെ ഈ ശബ്ദം മുഴങ്ങുന്നതും അത്ഭുതത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ് രുക്മിണിയും ശൈബിയും. എന്നാൽ ശാന്തയായിരുന്നു ശാരിക. രാധേ രാധേ ശ്രീ രാധേ 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 ശ്രീ രാധേ 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 ശ്രീ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ 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 ഓ രാധേ 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 രാധേ. കാത്തിരിക്കുക 104ാമത്തെ എപ്പിസോഡിന്. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.